പത്തരമാരിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവ്യ എന്നതിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും എന്നോട് അസൂയയാണ്, അതുകൊണ്ടാണല്ലോ അവരെൻ്റെ പരസ്യം ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ ഒരുപാട് പേര് അറിയപ്പെട്ടേനെ, ഒരുപാട് ക്യാഷ് കിട്ടിയേനെ. എല്ലാവർക്കും സ്വാർത്ഥതയാണ് ഇവിടെ എന്നോട്, നിനക്കുൾപ്പെടെ. ചേച്ചി എന്നോട് തന്നെ ഇങ്ങനെ പറയണം. വീട്ടിലേക്ക് 1,00,000 രൂപയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. നന്ദുവിൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും അച്ഛൻ്റെ കാര്യവും ചേച്ചി ഒന്ന് തിരക്കാറുണ്ടോ? അതുപോലുമില്ലല്ലോ. എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യം വന്നപ്പോൾ എന്താണെന്ന് വേണ്ട എന്ന് നോക്കി ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ചേച്ചിയുടെ ഈ ടാബ്ലറ്റ് അവർ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നതല്ലേ ഉള്ളൂ. ആ മിണ്ടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അവരത് എൻ്റേതാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു നിൻ്റേതായിരുന്നു എന്ന്? എൻ്റേതാണെന്ന് ഞാൻ അവിടെ മിണ്ടാതെ നിന്നത് തന്നെ എൻ്റെ മനസാക്ഷിയോട് ഞാൻ കള്ളത്തരം പറയുകയാണല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് എല്ലാവരും അറിയാം. അവസാനം ഞാനും നിസ്സഹായ അവസ്ഥയിലാവും, ഞാനും കള്ളിയാവും. ഇനി ഇതിപ്പോൾ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് നയനെ അവിടുന്ന് പോകുന്നു. തുടർന്ന് ഗോവിന്ദൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു കാറ് വരുന്നു. കാറ് വന്നിട്ട് വീട് വാങ്ങാനുള്ള ആൾ അവിടേക്ക് ഇറങ്ങി വരും. അപ്പോൾ എന്നിട്ട് പറയും, എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, എന്തായാലും ഇന്ന് അഡ്വാൻസ് 5,00,000 രൂപ തരാം, എന്തായാലും ഈ എഗ്രിമെൻറ്റ് വായിച്ചു നോക്കാൻ പറയുന്നു. ഇതുപോലെ ഗോവിന്ദൻ വാങ്ങി എഗ്രിമെൻറ്റ് വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് വേറൊരു കാറ് വന്നേക്കും. അതിൽ നിന്ന് പലിശക്കാരൻ ചാടി ഇറങ്ങി വരും. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒക്കെ അന്നേരം ഞാൻ അറിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 5,00,000 അല്ലേ അഡ്വാൻസ് കിട്ടുന്നത്, അതിങ്ങ് തന്നേര്. ഇത് കൂടാതെ ഇനി ഒരു 5,00,000 ആയിട്ട് വേറെ വരും. അപ്പോൾ വാങ്ങാൻ വന്ന ആൾ പറയും, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എഗ്രിമെൻ്റ് ഒന്നും ഒപ്പിട്ടില്ല. അത് ഒരു ഒപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അതിപ്പോൾ ഗോവിന്ദേട്ടൻ ഇട്ട് തരും. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ പൈസ മേടിച്ച് എൻ്റെ കയ്യിലേക്ക് തരികയോ പ്രാഗിക്കൊണ്ടോ പ്രാകാതെയോ എങ്ങനെയാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് തന്നേക്കാൻ പലിശക്കാരൻ പറയുന്നു. ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ നയന അവിടേക്ക് വരുന്നത്. അപ്പോൾ നയന വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവും. അതായത് ഗോവിന്ദനും കനകയും നന്ദും എല്ലാവരും ഞെട്ടിപ്പോവും. കാരണം ഇതൊന്നും അറിയാതെയാണല്ലോ നയനയൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നയന കയറി വന്നിട്ട്, അച്ഛൻ എന്താ അച്ഛായി കാണിക്കുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മോളെങ്ങനെ അറിഞ്ഞു എന്ന് പറയുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് പലിശക്കാരനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തരാനുള്ള പൈസയും മുതലും പലിശയും ഞാൻ തന്നു തീർത്തോളാം. ഇപ്പോൾ 1,00,000 രൂപയുണ്ട്, ഇത് വാങ്ങി വെച്ചോളൂ. അപ്പം ഇത് കേട്ടിട്ട് ഗോവിന്ദൻ പറയും, മോളെ ഇത് വേണ്ട, നീ എന്തിനാ അവിടുന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്നു. ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പൈസയൊന്നുമല്ല, ഞാൻ അധ്വാനിച്ച പൈസയാണ്. ഞാൻ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അവരെനിക്ക്, അതായത് ആദർശേട്ടൻ എനിക്ക് തന്ന പ്രതിഫലമാണ്. സംശയമുണ്ടെങ്കിൽ ആദർശേട്ടനെ വിളിച്ചു ചോദിച്ചോളൂ എന്ന് നയന പറയുന്നു. പലിശക്കാരൻ ആ പണം വാങ്ങിയിട്ട് പറയുന്നു, ഇനിയിപ്പോൾ എനിക്കിത് ആര് തന്നാലും മതി, എൻ്റെ പലിശയും മുതലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പലിശക്കാരൻ ആ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വന്ന ആൾ പറയുന്നു, എന്തായാലും ഇത് ശരിയായില്ല, ഇത്രയും ഒക്കെ ആയിട്ടും ഇത് വേണ്ട എന്ന് വെക്കുന്നത് മോശം പരിപാടിയാണോ എന്ന് പറയും. അപ്പോൾ നയന പറയും, ചുളുവിന് കിട്ടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അടിച്ചെടുക്കാൻ നോക്കിയതല്ലേ, ഇവിടെ ഈ വസ്തുവിന് എന്ത് വില കിട്ടുമെന്നൊക്കെയുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ വിൽക്കാൻ വന്നത് എന്ന് പറയുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ വീട് വിൽക്കണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് അന്നേരം ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞു നിൽക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കാതെ അടി വാങ്ങാതെ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഇത് കേട്ടുകൊണ്ട് നന്ദു പറയുന്നു. തുടർന്ന് ഇതുപോലെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു സന്തോഷവും പുഞ്ചിരിയും വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ നയനമോൾ ഇവിടേക്ക് വരണമെന്ന് പറയുന്നു. തുടർന്ന് അവർ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കിടുന്നതായിട്ട് കാണാം. അതിനുശേഷം നവ്യ ഇങ്ങനെ നിൽക്കുക. അതായത് അവളിപ്പം വീട്ടിൽ 1,00,000 രൂപയുടെ കൊണ്ടുപോയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രീതി അങ്ങനെ പിടിച്ചു പറ്റേണ്ട. അപ്പോൾ ദേവയാനി വരുന്നത് കണ്ടുകൊണ്ട് നൈസായിട്ട് നയനെ ഫോൺ എടുത്ത് വെച്ചിട്ട് കള്ളത്തരം പറയും, 1,00,000 രൂപയുമായി അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഈ 1,00,000 രൂപയൊന്നും ഇങ്ങനെ വാങ്ങുന്നത് ശരിയായ കാര്യമല്ല, അത് തെറ്റാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ആവശ്യങ്ങളുണ്ടാവും, ഭാര്യയുടെ വീട്ടിൽ ആവശ്യങ്ങളുണ്ടാവും എന്നും പറഞ്ഞ് ഭർത്താവിൻ്റെയോട് ചോദിക്കാതെയും പറയാതെയൊക്കെ പൈസ എടുത്തുകൊണ്ട് വരുന്നത് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരത്തിൽ ഫോൺ വിളിക്കുന്നതായിട്ട് കാണുന്നു. ഇത് അവിടെ നിന്ന് ദേവയാനി കേൾക്കുന്നുണ്ട്. ദേവയാനി കേട്ടിട്ടും ഞാൻ പറഞ്ഞ എന്തെങ്കിലും അമ്മായി കേട്ടോ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ ചെവിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി നവ്യയോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് നടന്നു പോകുന്നു. അപ്പം ദേവയാനി പോയി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആലോചിക്കുകയാണ് നവ്യ, അവിടെ ഇടപാടുകളെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കും, എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്ന അവൾ. ഒന്ന് ഓഫീസിൽ ഇങ്ങനെ അബിയും ക്ലയൻറ്റും അതുപോലെ ആദർശം ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പം നയന വരച്ചു കൊടുത്ത ഈ ഡിസൈനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ക്ലയൻറ്റ്. അത് നോക്കിയിട്ട് പറയും, ഇത്രയും മനോഹരമായ ഡിസൈൻ വരയ്ക്കുന്ന സാറിൻ്റെ ഭാര്യയെ ഈ കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആക്കിക്കൂടെ എന്ന് പറയും. അത് അവളൊരു സമയം പോക്കിന് വേണ്ടി വരയ്ക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾ അത്യാവശ്യം നല്ലതായിട്ട് വരയ്ക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്തായാലും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സാറിൻ്റെ വൈഫ് എന്തായാലും നല്ല പെർഫെക്റ്റ് ഡിസൈനറാണ് എന്നങ്ങനെ പറയുന്നു. എന്തായാലും നാളെ തന്നെ നമുക്ക് എഗ്രിമെൻ്റ് ഒപ്പുവെക്കാമെന്ന് പറയുന്നു. അപ്പം ഇതുപോലെ ആദർശ് പറയും, ഏതൊരു സമയത്തും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അവൾ. ഇത് കേട്ടിട്ട് അബി അവിടെ ഇരിപ്പുണ്ട്. അബിക്ക് ഇത് അങ്ങോട്ട് സൂചിക്കുന്നില്ല, പല തവണയായിട്ട് അവൾ എന്നെ രക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ല തന്ത്രശാലിയുമാണ് എന്ന് അബി പറയുന്നു.
അവൾ എന്ത് തന്ത്രമാണ് ഉപയോഗിച്ചത്? അവൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. പിന്നെ ആകെയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അഹങ്കാരം കയ്യിലുണ്ട്, അതേ ഉള്ളൂ. എന്തുവേലും ആകട്ടെ, എന്തായാലും നമുക്ക് ക്ലയൻറ്റ് ഓക്കെ പറഞ്ഞ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കാറായല്ലോ, ഇനിയിപ്പം അത് നോക്കാമെന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അതിനുശേഷം നയന വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്നത് നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ജലജയും ദേവയാനിയും. അപ്പം നയനോട് ചോദിക്കും, നീ എവിടെ പോയിട്ട് വരുവാന്ന്? അപ്പം പറയും, ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോയി. ആര് ചോദിച്ചിട്ടാണ് നീ വീട്ടിൽ പോയത്? അത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് നയന പറയുന്നു. നീ എപ്പോഴും എന്തിനാ അവിടേക്ക് പോകുന്നത്? നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പോകാൻ പറഞ്ഞതല്ലേ, നീ പോയിട്ട് വന്നതാണല്ലോ, പിന്നെ എന്തിനാ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം പോയത് തന്നെ നീ അമ്മയ്ക്ക് വയ്യായെന്ന് കള്ളം പറഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയനെ വിരട്ടിക്കൊണ്ടിരിക്കുക. പോയതൊക്കെ പോയി, നീ ഇവിടുന്ന് എന്തോ എടുത്തിട്ടാണ് പോയത് എന്ന് ചോദിക്കുന്നു. അപ്പം പറയും, ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തുകൊണ്ട് പോയില്ല എന്ന് പറയുന്നു. കള്ളം പറയുന്നു, കള്ളം പറഞ്ഞാൽ നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ ഇവിടുന്ന് 1,00,000 രൂപയല്ലേ എടുത്തുകൊണ്ട് പോയത് എന്ന് ദേവയാനി നയനയോട് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക നയന മിണ്ടാതെ നിൽക്കുക. സത്യം പറയാൻ നിന്നെ ഞാൻ അകത്തേക്ക് കയറ്റി വിടില്ല ദേവയാനി പറയുക. അനന്തപുരിക്കാർക്ക് ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് ഒരു നിസ്സാരമാണ്. പക്ഷേ നിൻ്റെ വീട്ടുകാർക്ക് അത് വലിയൊരു തുകയാണ്. നിൻ്റെ വീട്ടുകാർ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിന്നെയൊക്കെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടിട്ട് ഇവിടുത്തെ പൈസ കൊണ്ട് ജീവിക്കുക. അതായിരിക്കും നിൻ്റെ വീട്ടുകാരുടെ മെയിൻ ഉദ്ദേശം. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അവർക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവശ്യം വന്നപ്പോൾ ഞാൻ 1,00,000 രൂപ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അല്ലാതെ ഇവിടുത്തെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും അവർക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നത്, എന്താ പ്രശ്നം, എന്താ ഇവിടെ ഒരു സംസാരമെന്ന് ചോദിക്കുന്നു. അപ്പം മുത്തശ്ശിയോട് ദേവയാനി പറയും, ഇവിടുന്ന് ഇവിടെ വീട്ടിൽ 1,00,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് വരിക, അത് ഇവിടുത്തെ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്. മോൾ അങ്ങനെ ഇവിടുന്ന് 1,00,000 രൂപ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോ? മോൾ ആരോടെങ്കിലും പറയാതെയാണോ എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കുന്നു. അല്ല, ആദർശേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത്. ആദർശ് അവനൊരു ശുദ്ധനാ, അവൻ നീ എന്ത് ചോദിച്ചാലും അങ്ങ് മറുപടി പറയല്ലേ സമ്മതിക്കും. അവനെ പറ്റിച്ചിട്ടായിരിക്കും ഇവിടെ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നയന പറയേ, അല്ല, ഞാൻ അധ്വാനിച്ച പൈസയാണ് എന്ന് പറയും. നീ എന്ത് അധ്വാനിച്ചു? അതായത് ഞാൻ മൂർത്തി ജ്വല്ലറിക്ക് കുറച്ച് ഡിസൈൻ വരച്ചു കൊടുത്തായിരുന്നു. ആ ഡിസൈൻ വരച്ചു കൊടുത്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് ഈ 1,00,000 രൂപ. പലതവണയായിട്ട് ഞാൻ ഡിസൈൻ വരച്ചു കൊടുത്തപ്പോൾ ആദർശേട്ടൻ എനിക്ക് തന്ന 1,00,000 രൂപ ഞാൻ ആദർശേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് സന്തോഷമാണെന്ന്. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, മോൾക്ക് കഴിവുണ്ടെന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. കോളം വരയ്ക്കുന്നത്, മോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. മോൾക്ക് അർഹതപ്പെട്ട പണമാണ് ആദർശ് കൊടുത്തത്. അത് മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കാം. അത് നീ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ദേവയാനിയോട് മുത്തശ്ശി പറയുന്നു. എന്നിട്ട് മുത്തശ്ശി നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണ് നയനെ. അതായത് ഉത്തരവാദിത്വമുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ്. പിന്നെ പണം ആവശ്യമുള്ളപ്പോഴാണല്ലോ കൊടുക്കേണ്ടത്, ആവശ്യമുള്ളവർക്ക്. അല്ലാതെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ആർക്കും പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. മോളുടെ വീട്ടുകാർക്ക് പണം വേണ്ടി വന്നപ്പോൾ മോൾ കൊണ്ട് കൊടുത്തു. അതിനിപ്പോൾ ആരും തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മുത്തശ്ശി ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജ പറയുന്നുണ്ട്, പെൺകുട്ടികൾ അധ്വാനിക്കുന്ന കാശ് ഭർത്താവിൻ്റെ വീടിനുള്ളതാണ്, അല്ലാതെ അവളുടെ വീട്ടിലേക്കുള്ളതല്ല എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും നമുക്കിവിടെ പൈസയ്ക്ക് ആവശ്യമില്ലല്ലോ. മോളുടെ വീട്ടിൽ പൈസ ആവശ്യം വന്നു, അപ്പോൾ അത് കൊടുത്തു, അതേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർക്കല്ലേ വേണ്ടിയത്, അല്ലാതെ അനാവശ്യമായിട്ടൊന്നുമല്ലല്ലോ. മുത്തശ്ശി നയനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത്. ഇനിയും കൂടുതൽ ഈ കാര്യത്തിൽ സംസാരമൊന്നും വേണ്ട, ഇത്രയും പറഞ്ഞത് മതി. മോൾക്ക് നല്ല കാര്യമാണ് ചെയ്തത്, അതിനെപ്പറ്റി ഇനിയും ദേവയാനി നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ടേ എന്ന് പറഞ്ഞ് ദേവയാനി വിലക്കുകയാണ് മുത്തശ്ശി. ഇത്രയും എന്നിട്ട് അവിടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതായത് നയന ചെയ്ത നല്ല കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. നവ്യ അതായത് പണി കൊടുക്കുന്നു. നവ്യ പണി കൊടുത്തത് തിരിഞ്ഞ് നവ്യയ്ക്ക് നല്ലതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് എപ്പിസോഡുകൾ കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.